വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് ഈ നല്ല വൈകിയ വേളയിൽ നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് സ്വർഗം പ്രസാദിക്കും വിധത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവകൃപാലുവായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ നമുക്കൊരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈ വൈകിയ വേളയിലും നമ്മൾ സ്തുതിക്ക് ആമേൻ ആ സ്തോത്രം സ്തുതികൾക്ക് യോഗ്യനായ ദൈവം നമുക്കുണ്ടെന്ന് തിരിച്ചറിയുന്നവർ, നാം സ്തുതിക്കേണ്ടവരെന്ന് തിരിച്ചറിയുന്നവർ ഇന്നയോളം നമ്മെ നടത്തിയ നല്ല കർത്താവിനെ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ ആയുസ്സിൻ്റെ ഉടയവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ നന്നായി അറിയുന്ന നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഇങ്ങനെ ഒരു വൈകുന്നേരം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് നൽകത്തുന്ന സാവകാശത്തെ ഓർത്ത് ആ നല്ല കർത്താവിനെ ഒരുമിച്ച് മടികൂടാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. സ്തുതിക്കുവാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിക്കുവാൻ നമുക്ക് കാരണമുണ്ട്. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി എന്നെയും നിന്നെയും നമ്മുടെ കർത്താവ് നിർത്തിയിരിക്കുന്നു. പേര്, പ്രശസ്തി, പെരുമ, പണം ഉള്ള ഒത്തിരി പേർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മെ നിലനിർത്തിയിരിക്കുന്ന ഒരു കർത്താവ്, ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു കർത്താവ്, പിന്നെയും അനുഭവങ്ങളും പിന്നെയും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ മാനിക്കുന്ന ഒരു കർത്താവ്, പുതിയ അനുഭവങ്ങളിലേക്ക് ഈ വൈകിയ വേളയിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്ന കർത്താവ്, ആ നല്ല കർത്താവിനെ മടികൂടാതെ അന്യഭാഷകളിൽ ആദരത്തെ തുറന്ന് യേശുവിൻ നാമത്തിൽ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നവർ, അന്യഭാഷകളിൽ സർവശക്തനായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ, നിന്റെ അമ്മയുടെ ഉദരത്തിലെ നിന്നെ അറിഞ്ഞ നല്ല കർത്താവിനെ, നിന്നെ ഉരുവാക്കിയ നല്ല കർത്താവിനെ, ഇന്നലകളിൽ അനേക രാത്രികളിൽ മരണത്തിനായി നീ നിലവിളിച്ച അതേ ആ അവസ്ഥകളിൽ നിന്ന് നിന്നെ വിടുവിച്ച ആ നല്ല കർത്താവിനെ, ഇനി മരിച്ചാൽ മതിയെന്ന്, ഇനി ജീവിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് നീ പറഞ്ഞ സ്ഥാനത്ത് ജീവനോട് ഇരിക്കുവാൻ തക്കവണ്ണം, മരിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം നിന്നെ താങ്ങിയ നല്ല കർത്താവിനെ, ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. നീ നിന്നെ താങ്ങിയ ചില കരങ്ങളെ ആയിരിക്കാം ഇപ്പോൾ ഓർക്കുന്നത്. ആമേൻ. നീ സ്തോത്രം നിന്നെ താങ്ങിയ ചില വ്യക്തികളെ ആയിരിക്കാം ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഈ വൈകിയ വേളയിൽ വിളിച്ചു പറയട്ടെ, ആ കരങ്ങളെ ഒരുക്കിയ കർത്താവ്, ആ മുഖങ്ങളെ നിനക്ക് കാട്ടി തന്ന കർത്താവ് ഇന്ന് ഈ വൈകിയ വേളയിലും അവൻ ജീവിക്കുന്നു. ഇന്ന് നീ കണ്ണുനീരോടെ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ തകർന്നു പോകാതെ, നീ നശിച്ചു പോകാതെ, നീ അവസാനിച്ചു പോകാതെ, യേശുവിൻ നാമത്തിൽ നീ അവസാനിച്ചു പോകാതിരിക്കുവാൻ, നീ അവസാനിച്ചു പോകാതിരിക്കുവാൻ, ഇനിയും ആമേൻ മരണത്തിനായി നീ നിലവിളിക്കുന്ന മുൻപിലുള്ള രാത്രികളിൽ നീ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ, ലോകം പറയുന്നത് പോലെ അവൾ അവസാനിച്ചു പോകും, ലോകം പറയുന്നത് പോലെ അവൻ തീർന്നു പോകും, അവന്റെ പ്രതീക്ഷ നശിച്ചു പോകും, അവന്റെ ആശ നശിച്ചു പോകും, അവന്റെ സ്വപ്നങ്ങൾ നശിച്ചു പോകും, അവൻ കാത്തിരിക്കുന്നത് അസംഭവ്യമായി തുടരും. അതേ വിളിച്ചു പറയുന്ന ലോകത്തെ, ആക്രമിച്ചു പറയുന്ന ശത്രുവിനെ നോക്കി ഇന്ന് പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിനക്ക് വേണ്ടി പ്രവചിച്ചു പറയട്ടെ, ഏ ശത്രുവേ, ഏ ശത്രുവേ, ഏ ശത്രുവേ, ഏ പിശാചേ, ഏ ശത്രുവായ മനുഷ്യ, നിന്റെ ആശ ഇവരിൽ നശിക്കുവാൻ പോകുന്നു. നിന്റെ ആശ ഇവരുടെ മുമ്പിൽ സ്തോത്രം ഇല്ലാതായിത്തീരുന്നു. നീ ഇവരുടെ മുമ്പിൽ ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്ക് മുൻപിൽ, ദൈവത്തിന്റെ മക്കൾക്ക് മുമ്പിൽ നിന്റെ ആശ നശിക്കുവാൻ, ഇനി ചിരിക്കുന്നവനായി, ഇനി ആമേൻ പരിഹസിക്കുന്നവനായി, ഇനി നിന്ദിക്കുന്നവനായി, ഇനി ആമേൻ സ്തോത്രം നിന്നെ തകർക്കുവാൻ എഴുന്നേറ്റ് ആ പിശാചിനെ കാണുവാൻ ഇടവരാത്ത വിധത്തിൽ നിന്നെ നിലനിർത്തുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഈ വൈകിയ വേളയിലും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ ശബ്ദം ഈ വൈകിയ സമയവും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആ നല്ല കർത്താവിനെ ഈ രാത്രിയിൽ സ്തുതിക്കുന്നു, ആ നല്ല കർത്താവിന്റെ നാമത്തെ ഈ രാത്രിയിൽ ഉയർത്തുന്നു. ആ നല്ല കർത്താവിന് മാത്രം ആരാധനയും മഹത്വവും കൊടുത്ത് നിങ്ങൾക്കൊപ്പം ആയിരിക്കുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു,
മഹത്വപ്പെടുത്തുന്നു. ഈ വൈകിവേളയിൽ നടക്കുന്ന കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ സ്തുതിക്കുവാൻ പറഞ്ഞുകൊണ്ട് തന്നൊരു ആലോചന ഇതാണ്. ആമേൻ. ചില വാഗ്ദത്തങ്ങളിലേക്ക്, ചില അനുഭവങ്ങളിലേക്ക്, കാത്തിരിപ്പിന് അറുതി വരുന്ന ചില മുഖാന്തരങ്ങളിലേക്ക് ഈ വൈകിയവേളയിൽ ദൈവം വാതിലുകളെ തുറന്നു വച്ചിരിക്കുന്നു. ആമേൻ. ഒരു പക്ഷേ ആ വാതിലിൽ നീ ഇന്നലകളിൽ ഒരുപാട് തട്ടി തളർന്നവളായിരിക്കാം. ഒരുപാട് ആ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവനായിരിക്കാം, നിരാശനായവനായിരിക്കാം. അതേ, നിനക്ക് മുമ്പിൽ ഈ വൈകിയവേളയിൽ എൻ്റെ ദൈവം വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ചില സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, ചില അനുഗ്രഹങ്ങളിലേക്ക് യേശുവിൻ നാമത്തിൽ നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുന്ന ഒരു വാതിൽ ഇന്ന് ഈ വൈകിയവേളയിൽ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു വച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് ദൂത് പറയട്ടെ. ആമേൻ. സ്തോത്രം. എൻ്റെ ദൈവം ചില വാതിലുകളെ ഈ വൈകിയവേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. അവനെ സ്തുതിക്കുവാൻ പറഞ്ഞത്, ആമേൻ, സ്തോത്രം, വെറുതെ നിങ്ങളുടെ സ്തുതി മേടിച്ചു പോകുന്നവനല്ല എൻ്റെ ദൈവം. ആമേൻ. അവനെ നിങ്ങൾ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും സ്തുതിച്ചാലും മതി വരാത്തത് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. നിങ്ങൾ മതി എന്ന് പറഞ്ഞാലും മതി തീരാത്ത അളവിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കുന്നതിന് അപ്പുറമായി, നിങ്ങൾ നനയ്ക്കുന്നതിന് അപ്പുറമായി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വൈകിയ വേളയിലും അവൻ എനിക്കൊപ്പമായിരിക്കുന്ന, ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന ചിലരെ നോക്കി ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ. നിന്റെ ചിന്തയോ നിന്റെ ആഗ്രഹമോ നിന്റെ പ്രതീക്ഷയോ എനിക്കറിയത്തില്ല, അതിനപ്പുറമായി സ്തോത്രം ചില വാതിലുകളെ നീ തകർന്നു പോകാതിരിക്കുവാൻ, നീ തലകുനിച്ചു പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം ഈ വൈകിയ വേളയിൽ തുറന്നു തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചന സന്ദേശത്തിലേക്ക് കടന്നു വന്നാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്ന ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം, പ്രാർത്ഥിക്കാം. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ ആ ദൂത് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദേശത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന കർത്താവ് യേശുവേ, ഈ രാത്രി എൻ്റെ സ്ഥിതി അങ്ങ് മാറ്റണമേ. യേശുവേ, എൻ്റെ ദുസ്ഥിതി ഇന്ന് മാറട്ടെ. എൻ്റെ കണ്ണുനീരിൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകട്ടെ. എൻ്റെ നിലവിളിയുടെ, എൻ്റെ പരാതി പറയലിൻ്റെ, എൻ്റെ പരിവേദനങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ രാത്രി മാറ്റമുണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദിവസനിൽ അധൂത് ഏറ്റെടുത്താട്ടെ. യേശുവേ, ഇന്നങ്ങ് ഈ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന കൃപയ്ക്കായി അപ്പാ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ സ്ഥിതി മാറ്റും. ഇന്ന് ഈ വൈകിയവേളയിൽ എൻ്റെ സ്ഥിതി മാറും. എൻ്റെ ദുസ്ഥിതിക്ക് ഇന്ന് അറുതി ഉണ്ടാകും. എൻ്റെ കണ്ണുനീരിൽ നിന്ന് അറുതി വരും. എൻ്റെ നിരാശയ്ക്ക് നിന്ന് അറുതി വരും. എൻ്റെ അലച്ചിലിൽ നിന്ന് അറുതി വരും. ഓ, അലയുന്നവർ ഒത്തിരിയായി ആ ഒരു സന്തോഷം കാണുവാൻ, ആ ഒരു നന്മ കാണുവാൻ, ആ ഒരു നല്ല വാക്ക് കേൾക്കുവാൻ അലയുന്നവർ റിസീവ് ചെയ്യുക. ആ വചനത്തെ ഏറ്റെടുക്കുക. ഇസ്രായേലിൻ്റെ സ്ഥിതിയെ മാറ്റിയ കർത്താവേ, എൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റിയ കർത്താവേ, അങ്ങ് ഈ വൈകിയവേളയിൽ എൻ്റെ സ്ഥിതിയെ മാറ്റുന്ന കൃപയ്ക്കായി ഞങ്ങൾ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തെ, അങ്ങയുടെ ശബ്ദത്തെ ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. കർത്താവേ, ഈ ജനത്തിൻ്റെ സ്ഥിതി മാറുന്ന കൃപയ്ക്കായി
ഓ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ വിടുതൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കർത്താവേ. ഈ രാത്രി സ്ഥിതി മാറുന്ന കൃപയ്ക്കായി, ഈ രാത്രി കണ്ണുനീർ തോരുന്ന കൃപയ്ക്കായി, ഈ രാത്രി അടഞ്ഞുപോയ വഴികൾ തുറന്നു വരുന്ന കൃപയ്ക്കായി, ഈ രാത്രി അസാധ്യങ്ങൾ സാധ്യമാകുന്ന കൃപയ്ക്കായി, ഈ രാത്രി ഓ റീതാരാധന ശഖാരതരെ ശന്ധാർഗന പറഞ്ഞാലും പറഞ്ഞാലും സ്തുതിച്ചാലും മതി വരാത്ത വിധത്തിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി. ഹല്ലേലൂയ. അദ്ഭുത റിസീവ് ചെയ്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ ജനം കണ്ട, അങ്ങയുടെ മക്കൾ അനുഭവിച്ച ആ ദൈവികമായ പ്രവൃത്തി ഈ രാത്രിയിലും ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ. അപ്പാ, അങ്ങേക്ക് എന്നോട് എന്താണ് സംസാരിക്കുവാനുള്ളതെന്ന് ആഗ്രഹിച്ചായിരിക്കുന്നവർ ഈ സമയം അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇന്നത്തെ സ്ഥിതി മാറുവാൻ അങ്ങ് എന്ത് പ്രവർത്തിക്കും എന്ന് ചോദ്യത്തോടെ ആയിരിക്കുന്നവർ അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. അങ്ങയുടെ പ്രവർത്തിക്കായി ഞങ്ങളോടെ കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കൾ അങ്ങയുടെ പ്രവൃത്തി അത്ഭുതമായി അനുഭവിക്കട്ടെ. ഇനി ഈ രോഗവുമായി, ഇനി ഈ അവസ്ഥയുമായി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നവർ യേശുവേ, ഈ രാത്രി ആ രോഗത്തെ മാറ്റുന്ന അങ്ങയുടെ അത്ഭുത സാന്നിധ്യം അനുഭവിക്കട്ടെ. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തുന്നു. അടിയനും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം പ്രതീക്ഷിച്ച് കടന്നു വന്നത് അങ്ങയുടെ നാമത്തിൽ ഇവരുടെ ജീവിതനാമം മാത്രം ഉയരുന്ന അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഞങ്ങൾക്കങ്ങ് ഒരുക്കി നൽകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാൻ വായിക്കട്ടെ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും. ആമേൻ. ഇനിയും ഒരു ആവർത്തനം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ച് വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ. ഇനിയും. ആമേൻ, സ്തോത്രം. പുതിയത് എന്തിനെങ്കിലും കുറിച്ചല്ല, നീ പ്രതീക്ഷിച്ച, നീ ആഗ്രഹിച്ച, നീ സന്തോഷത്തിനായി കരുതിയിരിക്കുന്ന ചില പുതിയ അനുഭവങ്ങളെ നിന്റെ ജീവിതത്തിൽ തന്ന് ഇനിയും സന്തോഷിക്കുവാനുള്ളത്, ഇനിയും ചിരിക്കുവാനുള്ളത്, ഇനിയും ആനന്ദിക്കുവാനുള്ളത് നിന്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കും. അതെ, ഇനിയും ആ പഴയ നല്ല കാലം എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തിരികെ തരും. ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ആ നല്ല കാലത്തെ എൻ്റെ ദൈവം തിരികെ തന്ന് നിന്റെ അവസ്ഥയെ മാറ്റും. ആമേൻ, സ്തോത്രം. എவ்விധത്തിൽ ദൈവം തൻ്റെ ഭക്തന്റെ സ്ഥിതിയെ മാറ്റുന്നു. ശ്രദ്ധിക്കണമേ, സ്ഥിതിയെ മാറ്റുന്ന ദൈവം. ഇന്നായിരിക്കുന്ന ഈ ദുസ്ഥിതിയെ നമുക്ക് പറഞ്ഞ് പരിതപിക്കുവാനുള്ള കാരണമാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി. രോഗം അനുഭവിക്കുന്ന അവസ്ഥ, കരയുന്ന അവസ്ഥ, കടക്കാരായിരിക്കുന്ന അവസ്ഥ, നിരാശ മാത്രം അനുഭവിക്കുന്ന അവസ്ഥ, സന്തോഷത്തിനുള്ളതൊന്നും എത്ര ശ്രമിച്ചിട്ടും നേടിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ വേദനപ്പെടുന്ന അവസ്ഥ. കേൾക്കണമേ, ദൈവം ആ സ്ഥിതിയെ മാറ്റുമ്പോൾ ഒരുപക്ഷെ ലോകം നമുക്കിത് ഓഫർ ചെയ്യുന്നതാണ്. നമ്മൾ ഒത്തിരി കരയുന്ന സമയങ്ങളിൽ, നമ്മൾ ഒത്തിരി വേദന അനുഭവിക്കുന്ന സമയങ്ങളിൽ, നമ്മൾ ഒത്തിരി നിരാശയോടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ലോകം നമുക്ക് ഓഫർ ചെയ്യും. എന്താണ്? ഈ സ്ഥിതി മാറും. ഒന്ന്, ഒരു ആശംസയായി. രണ്ട്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം കാണും, ഞാൻ നിനക്കൊപ്പം കാണും. ഈ സ്ഥിതി മാറുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ നിനക്കൊപ്പം കാണും, നിന്റെ ഈ സ്ഥിതിയെ മാറ്റും. എന്നിട്ട് എന്തെങ്കിലും, ആമേൻ, ഒന്നും ചെയ്യാതിരിക്കുന്നവരില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആമേൻ, സ്തോത്രം. ചിലത് നമ്മൾ പ്രതീക്ഷിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥയെ മാറ്റുവാനായി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇച്ഛാഭംഗം വരും. ആമേൻ. നമ്മൾ അറിയാതെ ചിന്തിക്കും, ദൈവമേ, ഇതിലും ഭേദം ഇവർ ചെയ്യാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ആമേൻ, ആമേൻ. നമ്മൾ പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കും, നമ്മൾ പല കരങ്ങളിലും പ്രതീക്ഷയോടെ നോക്കും. നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ ഇവരുടെ കരം നീട്ടപ്പെടുമ്പോൾ, ഇവരുടെ ആമേൻ കരം തുറക്കപ്പെടുമ്പോൾ, ആമേൻ, നമ്മുടെ ജീവിതം മാറുന്ന, നമ്മുടെ അവസ്ഥ മാറുന്ന ഒന്നുണ്ടാകും. എന്നാൽ ദൗർഭാഗ്യവശാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പലപ്പോഴും പറഞ്ഞ് കരയുന്ന അനുഭവം ഇതാണ്. അവരിൽ പ്രതീക്ഷ വെച്ചു, അവരുടെ കരങ്ങളിൽ പ്രതീക്ഷയോടെ നോക്കി, പക്ഷേ ആ കൈ നീട്ടപ്പെട്ടപ്പോൾ
ആ കൈ തുറക്കപ്പെട്ടപ്പോൾ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ളതൊന്നും കിട്ടിയില്ല. ആമേൻ. പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ളതൊന്നും കിട്ടിയില്ല. സന്തോഷിക്കുവാൻ ഇട തരാത്ത വിധത്തിൽ സ്ഥിതി മാറ്റുവാൻ കൂടിയവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ സ്ഥിതി മാറ്റുമ്പോൾ മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സന്തോഷത്തിന്റെ സ്വരവും അതേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതേ സന്തോഷം ഒരു മണവാളൻ ഒരു മണവാട്ടി ആമേൻ ചിരിച്ച് സന്തോഷിക്കുന്നത് പോലെ നീ സന്തോഷിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നീ ഇന്ന് കരഞ്ഞായിരിക്കുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഒരു കല്യാണ വീട്ടിലെ ഒരു വിവാഹ വീട്ടിലെ സന്തോഷം നിന്റെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം, ഒരു വിവാഹ വീട്ടിലെ സമൃദ്ധി നിന്റെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. നിന്റെ ഭവനത്തിലെ ഇന്നത്തെ അവസ്ഥകളെ മാറ്റും. ആമേൻ സ്തോത്രം. ഈ വാക്കുകൾക്ക് ആമേൻ സ്തോത്രം. ഈ പ്രവചന ദൂതിന്റെ നിവർത്തീകരണം പോലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ അത്ഭുതമായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു സ്ഥിതി മാറ്റിയ അത്ഭുതത്തെയാണ്. ശ്രദ്ധിക്കുമല്ലോ, കാനാവിലെ കല്യാണ വീട്ടിലെ സ്ഥിതി മാറ്റിയ അത്ഭുതത്തെയാണ്. നോക്കൂ, കർത്താവ് സ്ഥിതി മാറ്റുമ്പോൾ വചനം പറയുന്നു, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം പോലെ സന്തോഷിച്ച് ആനന്ദിക്കുന്ന സ്വരം പുറത്തു വരും, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടായിത്തീരും. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ കാന എന്ന് പറയുന്ന ചെറു ഗ്രാമത്തിൽ ആമേൻ ഒരു വിവാഹ വീട്. ആമേൻ. ആ വിവാഹ വീട് എക്സ്പെക്ട് ചെയ്യുന്നത് സന്തോഷമാണ്. ആ വിവാഹ വീട് എക്സ്പെക്ട് ചെയ്യുന്നത് ആനന്ദമാണ്. ആ വിവാഹ വീട് എക്സ്പെക്ട് ചെയ്യുന്നത് ചിരിയും കളിയുമാണ്. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു ഇല്ലായ്മ, പ്രതീക്ഷിക്കാത്തൊരു ഞെരുക്കം, കണ്ണുനീരിന് കാരണമാകും വിധം ആ ഭവനത്തിലേക്ക് കടന്ന് വരികയുണ്ടായി. ആ ഭവനത്തിൽ വീഞ്ഞ് എന്ന് പറയുന്ന യഹൂദന്റെ കല്യാണ വീട്ടിലെ ഏറ്റവും ആവശ്യമായ പാനീയം തീർന്നുപോയി. വലിയൊരു ശൂന്യതയുടെ അനുഭവം. കേൾക്കണമേ, വചനം പറയുന്നു ആമേൻ സ്തോത്രം, ആ സ്ഥിതിയെ ദൈവം മാറ്റി. കടന്നു വരുവാനിരുന്ന ആ നിരാശയുടെ കണ്ണുനീരിന്റെ അനുഭവത്തെ ദൈവം തടഞ്ഞു നിർത്തി. ദൂത് ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോടായി ആവർത്തിച്ചു പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ണുനീരിന്റെ അനുഭവമുണ്ട്. നീ സ്തോത്രം കാത്തിരിക്കുന്ന ഒരു കണ്ണുനീരിന്റെ അനുഭവമുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും വരാം. ആ ഇല്ലായ്മ എപ്പോൾ വേണമെങ്കിലും വരാം. ആ തീർന്നു പോകുന്ന അവസ്ഥ എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ കടക്കാരനായി തീരുന്ന, എനിക്കത് ചെയ്യുവാൻ കഴിയാത്ത ആ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാം. കേൾക്ക്, അത് കടന്നു വരാത്ത വിധത്തിൽ നിന്റെ സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റും. നിന്റെ ഭവനത്തിന്റെ ശൂന്യതയെ എൻ്റെ ദൈവം മാറ്റും. നിന്റെ ബ്യൂറോയിലെ ശൂന്യതയെ എൻ്റെ ദൈവം മാറ്റും. നിന്റെ പേഴ്സിലെ ശൂന്യത യേശുവിൻ നാമത്തിൽ ആ ശൂന്യത തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മക്കളെ പഠിപ്പിക്കുവാൻ, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ശൂന്യത. ആമേൻ സ്തോത്രം. എങ്ങനെ ആ കടക്കെണിയിൽ നിന്ന് പുറത്തു വരും? ചോദ്യം അതാണ്. ആമേൻ സ്തോത്രം. ലോകത്തോട് ചോദിക്കുന്നുണ്ട്, സ്വയം ചോദിക്കുന്നുണ്ട്, എങ്ങനെ ആ കടക്കെണിയിൽ നിന്ന് പുറത്തു വരും? എങ്ങനെ ആ കടത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരും? ആമേൻ. മാനുഷികമായി ചിന്തിച്ച് നിങ്ങൾക്ക് ഉത്തരമില്ല എങ്കിൽ ആ കടക്കെണിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ വൈകിയ വേളയിൽ ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അതെ, ആ വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് കൊണ്ട് നീ ദൈവത്തെ സ്തുതിക്ക്. ആമേൻ സ്തോത്രം. പ്രവേശിക്കേണ്ടിയിരുന്ന ദുഃഖത്തെ തടഞ്ഞു നിർത്തി ആ വിരുന്ന് വീട്ടിലെ ശൂന്യതയെ മാറ്റിയ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിനക്ക് വേണ്ടി സഹോദര, നിനക്ക് വേണ്ടി സഹോദരി, നീ ബാധ്യതക്കാരിയായി തീരാതിരിക്കുവാൻ തക്കവണ്ണം. ആമേൻ. കേൾക്കണമേ, ആ സ്ഥിതി മാറി. ആമേൻ. ആ വീട്ടിലെ സ്ഥിതി മാറി. അവർ ഭയപ്പെട്ട സ്ഥിതി മാറി. ചിലർ ഭയന്നായിരിക്കുന്നുണ്ട്. മക്കളെ കുറിച്ച് ഓർത്ത് ഭയന്നിരിക്കുന്ന അമ്മമാർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. അവർ പറയുന്നുണ്ട്, ആമേൻ, ഈ അവസ്ഥ തുടർന്നാൽ, ഈ ദുസ്ഥിതി തുടർന്നാൽ, ആമേൻ സ്തോത്രം, എൻ്റെ തലമുറയുടെ ജീവിതം എന്തായിത്തീരും? എൻ്റെ ജീവിതം എന്തായിത്തീരും? ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ മക്കളിൽ കാണാതെ ആയിത്തീരുന്ന ആ ദുസ്ഥിതിയിൽ തന്നെ കരഞ്ഞും പരിതപിച്ചും നിരാശപ്പെട്ടും എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചായിരിക്കുന്ന അതേ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ സ്ഥിതി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയ, ആ ദുസ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റും. കരച്ചിൽ വന്ന് രാപ്പാർക്കുവാൻ കാത്തിരിക്കുന്ന നിന്റെ ഭവനത്തിൽ ആ കരച്ചിൽ വരാതിരിക്കുവാൻ തക്കവണ്ണം യേശു ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആമേൻ സ്തോത്രം. ആ ഭവനത്തിനകത്ത്, ആ കാനാവിലെ കല്യാണ വീട്ടിൽ ദുസ്ഥിതി
വെളിപ്പെടുവാൻ തക്കവണ്ണം ആമേൻ വീഞ്ഞ് തീർന്നു പോയി. ഒഴിഞ്ഞ വീഞ്ഞ് ഭരണി അതിനകത്തുള്ളവർ കണ്ടു. ആമേൻ, ശ്രദ്ധിക്ക്, ഒഴിഞ്ഞ വീഞ്ഞ് ഭരണി, നിങ്ങളെപ്പോലെ ഒഴിഞ്ഞ പേഴ്സ് ആമേൻ കണ്ടവർ, ഒഴിഞ്ഞ ആമേൻ അക്കൗണ്ട് കണ്ടവർ, ആമേൻ സ്തോത്ര, ഇനി ഇങ്ങോട്ട് എടുക്കാനൊന്നുമില്ലാതെ ചേർത്ത് വച്ചതെല്ലാം തീർന്നത് കണ്ടവർ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആമേൻ, അങ്ങനെ തീർന്നത് 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 മാത്രം കണ്ടവരുടെ കൂട്ടം, തീർന്നത് 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 മാത്രം കണ്ടവർ. ഓ സ്തോത്രം, അകത്ത് വെച്ചിരുന്നതും തീർന്നു, മാറ്റി വെച്ചിരുന്നതും തീർന്നു, അയലത്തുനിന്ന് വാങ്ങി വെച്ചിരുന്നതും തീർന്നു, എല്ലാം ഭരണിയിലുള്ളതെല്ലാം തീർന്നു. തീർന്നത് മാത്രം കണ്ടവർ, തീർന്നത് മാത്രം കണ്ടവർ, ശൂന്യത മാത്രം കണ്ടവർ. കാണാത്തതൊന്ന് അവിടെ ഉണ്ടായിരുന്നു, നസ്രയനായ യേശു. ഈ രാത്രിയിലും ആമേൻ ആമേൻ ശൂന്യത മാത്രം കണ്ട നിന്റെ കണ്ണ് യേശുവിനെ കാണുന്നുണ്ടെങ്കിൽ ആ ശൂന്യത നിലനിൽക്കത്തില്ല. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ആമേൻ. നിന്റെ വീട്ടിനകത്ത് ആ യേശുവിനെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ആ യേശുവിനെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആമേൻ, നീ ഭയപ്പെടുന്നത് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാൻ, യേശുവിന് നിന്റെ ഭവനത്തിനകത്തൊരു സ്ഥാനം കൊടുക്കുവാൻ, യേശുവിൻ നാമത്തിൽ ആമേൻ. നീ ശൂന്യത മാത്രം കണ്ട കണ്ണ് യേശുവിനെ കാണുവാൻ തുടങ്ങുമ്പോൾ, ആമേൻ സ്തോത്രം, യേശുവിനെ ആമേൻ സ്തോത്രം കാണുക മാത്രമല്ല, അവന്റെ ശബ്ദം കേൾക്കുവാനും തുടങ്ങി. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ കാണുക മാത്രമല്ല, അവന്റെ ശബ്ദം കേൾക്കുവാനും തുടങ്ങി. അവന്റെ ശബ്ദം പുറത്തു വരുന്നതിന് മുമ്പ്, ആമേൻ സ്തോത്രം, യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വഴി നിരപ്പാക്കുവാൻ വന്നതുപോലെ, യേശു ആ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ അമ്മയുടെ ശബ്ദം ഇങ്ങനെ അവിടെ പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ അവിടെ മുഴങ്ങുകയാണ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. ഇന്ന് രാത്രി ആമേൻ, നിങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്ന ആ അത്ഭുതത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ചു നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതെ, എൻ്റെ യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ഭയപ്പെടുന്ന ആ ദുരന്തം നിങ്ങളുടെ ഭവനത്തിനകത്ത് വരുവാൻ, നിങ്ങൾ ഭയപ്പെടുന്ന ആ ഇല്ലായ്മ, നിങ്ങൾ ഭയപ്പെടുന്ന ആ നിരാശ, നിങ്ങൾ ഭയപ്പെടുന്ന ആ വേദന നിങ്ങളുടെ ഭവനത്തിനകത്ത് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതെ, അവൻ വിരുന്നു വീട്ടിലെ സന്തോഷത്തെ തിരികെ തരുന്നവനത്രേ. നോക്കൂ, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഉണ്ടാകും. ഇനിയും ഇനിയും ആമേൻ സ്തോത്രം, ഇനിയും എന്നോ നഷ്ടപ്പെട്ടു പോയെന്ന്, എന്നോ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷം, എന്നോ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത, എന്നോ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുന്ന അനുഭവം, ആമേൻ, ഒത്തിരി രാത്രികളായി ഉറങ്ങുവാൻ കഴിയാതെ, ഉറക്കം വന്ന് ചേക്കേറാത്ത വിധത്തിൽ ഉറക്കത്തെ സ്വീകരിക്കുവാനുള്ള വാതിലുകളെ പിശാച് അടച്ചു കളഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞ് ഉറക്കം അന്വേഷിച്ചായിരിക്കുന്ന ചിലർ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ, ഇനിയും നീ സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി ഉറങ്ങുന്ന രാത്രികൾ നിന്റെ ഭവനത്തിനകത്ത് എൻ്റെ ദൈവം തരും, യേശുവിൻ നാമത്തിൽ. ഇനിയും നീ സ്വസ്ഥമായി ഉറങ്ങുന്ന, ഇനിയും നീ കരയാതെ ഉറങ്ങുന്ന, ഇനിയും നീ പരാതി പറയാതെ ഉറങ്ങുന്ന, ഇനിയും നീ നിരാശപ്പെടാതെ ഉറങ്ങുന്ന, ഇനിയും നീ വേദനപ്പെടാതെ ഉറങ്ങുന്ന, ഓ ഇനിയും നീ മരണത്തിൽ, യേശുവിൻ നാമത്തിൽ മരിച്ചാൽ മതിയെന്ന് മരണത്തിനായി നീ നിലവിളിക്കാതെ സുഖമായി ഉറങ്ങുന്ന രാത്രികളെ നിന്റെ ജീവിതത്തിൽ ഇനിയും തരുവാൻ എൻ്റെ ദൈവം മതിയായവനായി ഈ രാത്രിയിലും കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. നോക്കൂ സ്തോത്രം, അവിടെ പിന്നെയും ആ ഭാഗം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭവനത്തിൽ കടന്നുപോയതിനു ശേഷം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം നിങ്ങൾ 1-ാമത്തെ വാക്യം മുതൽ അവസാനം വരെ നിശ്ചയമായും എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുമോ അത്ര പ്രാവശ്യം നിങ്ങൾ വായിക്കുക. എത്ര പ്രാവശ്യം നിങ്ങൾ വായിക്കുന്നുവോ അത്രത്തോളം വാതിൽ വിശാലമായി തുറക്കും. നിശ്ചയമായി ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എത്ര പ്രാവശ്യം നിങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ആവർത്തിച്ചു വായിക്കുമോ അത്രത്തോളം ആവർത്തിച്ച് വായിച്ച് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കുമോ, നിങ്ങൾ ആ വിടുതൽ റിസീവ് ചെയ്യുമോ അത്രത്തോളം ഈ വൈകിയ വേളയിൽ നിനക്ക് വേണ്ടി തുറന്ന
വാതിൽ വിശാലമാകും. ഒരിക്കൽ കൂടി ഈ വൈകിയ വേളയിൽ നിനക്ക് വേണ്ടി തുറന്ന വാതിൽ വിശാലമാകും. കേൾക്കണമേ, ആമേൻ. മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും അതിൻ്റെ സന്തോഷമുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്, അതിൽ പ്രത്യാശയുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, മണവാളന്റെ സ്വരത്തിലും മണവാട്ടിയുടെ സ്വരത്തിലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേർ മണവാളനായി മണവാട്ടിയായി ഒരിക്കൽ കടന്നുപോയവരാണ്. ആമേൻ. ആ സ്വരത്തിൽ പ്രത്യാശയുണ്ട്, ആ സ്വരത്തിൽ ഭാവിയെക്കുറിച്ചുള്ള വർണ്ണാഭമായ ആമേൻ സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളുള്ള സ്വരം, ആമേൻ. പ്രത്യാശയുള്ള സ്വരം, സന്തോഷമുള്ള സ്വരം. ആമേൻ. സ്തോത്രം. ഇന്ന് ശബ്ദം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഓ സ്തോത്രം, ആമേൻ, നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വരത്തെ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾ പറയും, ഇത്രത്തോളം മോശമായി പോയിരിക്കുന്നു എൻ്റെ ശബ്ദം. സന്തോഷത്തോടെ ഒരു മറുപടി പറയുവാൻ, ആമേൻ, നിങ്ങൾക്കൊപ്പമായിരിക്കുന്നവരോട്, നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് സന്തോഷത്തോടെ ഒരു മറുപടി പോലും പറയുവാൻ കഴിയാത്ത വിധത്തിൽ, ആമേൻ, അടഞ്ഞ ശബ്ദത്തിന്, തളർന്ന ശബ്ദത്തിന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ശബ്ദത്തിന് ഉടമകളായി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, മണവാളന്റെ മണവാട്ടിയുടെ സ്വരം പോലെ പ്രതീക്ഷ നിർഭരമായ സ്വരം, വർണ്ണ സ്വപ്നങ്ങളിൽ അലങ്കൃതമായ സ്വരം, സന്തോഷത്തിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഇനിയും എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേൻ. നീ ഇനിയും സന്തോഷത്തോടെ സംസാരിക്കും. നീ ഇനിയും നിന്റെ മുൻപിൽ ചില വിഷയങ്ങളായി നീ കാണുന്നതിനെ കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കും. നീ ഭയപ്പാടോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ച്, അതെ, ആ രോഗത്തെ കുറിച്ച് നീ സന്തോഷത്തോടെ സംസാരിക്കും. നിന്റെ തലമുറയെക്കുറിച്ച് നീ സന്തോഷത്തോടെ സംസാരിക്കും. ഇന്ന് നിന്നെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന, ഇന്ന് നിന്നെ വിഴുങ്ങിക്കളയുവാൻ നിൽക്കുന്ന കടഭാരത്തെ കുറിച്ച് നീ സന്തോഷത്തോടെ സംസാരിക്കും. യേശുവിൻ നാമത്തിൽ ആ സന്തോഷത്തിന്റെ സ്വരം, ആ സന്തോഷത്തിന്റെ സ്വരം വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കും. യേശുവേ, എനിക്ക് ആ സന്തോഷത്തിന്റെ സ്വരം തരണമേ. എനിക്ക് ചിരിച്ചുകൊണ്ട് മറുപടി പറയുവാൻ കഴിയണം. ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നതിനെ കുറിച്ച് എനിക്ക് ചിരിച്ചുകൊണ്ട്, എനിക്ക് സന്തോഷിച്ചുകൊണ്ട് മറുപടി പറയുവാൻ കഴിയണം. ഈ രാത്രി പ്രതീക്ഷിക്കുന്ന നിങ്ങൾ അതേ ആ വിധത്തിൽ മറുപടി നിശ്ചയമായും പറയുക തന്നെ ചെയ്യും. നോക്കൂ, ഇതൊരു വെറും വാക്കല്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, കേവല മനുഷ്യനെ പോലെ ഇതൊരു വെറും വാക്കല്ല. ഇതൊരു വെറും വാക്കല്ല. കാരണം ശക്തനായവൻ, അതിന് കഴിവുള്ളവൻ ആ വാക്കുകളെ ആവർത്തിച്ച് നിങ്ങൾക്ക് കൈമാറുന്നു. നോക്കൂ, ആ ദൈവത്തെക്കുറിച്ച്, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം, സന്തോഷത്തിന്റെ സ്വരം നിങ്ങളിൽ നിന്ന് കേൾപ്പുമാറാക്കിപ്പിക്കുന്ന ആ ദൈവത്തെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യും. ആമേൻ. നിന്റെ ശത്രു എന്താണോ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കുന്നത്, ചില ശത്രുക്കൾ, ആമേൻ, സ്തോത്രം, അതൊരു പക്ഷേ മനുഷ്യരായിരിക്കാം, നീ കാണുന്നവരായിരിക്കാം, നിനക്കൊപ്പമുള്ളവരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, കൂടെ പഠിക്കുന്നവരായിരിക്കാം, അയൽവാക്കത്തായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, എവിടെയാകട്ടെ ചില വ്യക്തികൾ നിന്റെ ഇഷ്ടത്തിന്റെ സ്ഥാനത്ത് അവരുടെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിച്ച് വൈരാഗ്യത്തോടെ വാശിയോടെ പെരുമാറുമ്പോൾ എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ, പ്രതിവാദം പറയുവാൻ കഴിയാതെ, അവരോട് യുദ്ധം ചെയ്യുവാൻ കഴിയാതെ നീ തളർന്നായിരിക്കുന്നുവെങ്കിൽ, നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, കേൾക്ക്, നിന്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്ന ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ യുദ്ധവീരനായ യഹോവ നിനക്കൊപ്പമുണ്ട്. നിന്റെ ശബ്ദത്തെ ചിരി നിറഞ്ഞതാക്കി മാറ്റുവാൻ, നിന്റെ ശബ്ദത്തിൽ സന്തോഷമുണ്ടാകുവാൻ, നീ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ യുദ്ധവീരനായ യഹോവ ഈ വൈകിയ വേളയിൽ നിനക്കൊപ്പമുണ്ട്. അതെ, യുദ്ധവീരനായ യഹോവ. ആമേൻ. വെറും വാക്കല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കേട്ടത്, ആമേൻ, ശക്തനായ ദൈവത്തിന്റെ അരുളപ്പാടത്രേ. യഹോവ, ആമേൻ, സ്തോത്രം, അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദം ഉയരും വിധത്തിൽ, അതെ, എൻ്റെ ദൈവം നല്ലവനെന്ന് പറയുവാൻ തക്ക വിധത്തിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഈ ദൈവം ഇത്ര
ക്രൂരനോ, ഈ ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്, എന്നാലും എൻ്റെ ജീവിതത്തിൽ മാത്രം ദൈവം ഇങ്ങനെ ആവർത്തിച്ചു ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കും. എൻ്റെ ദൈവം നല്ലവനെന്ന്, ഞാൻ വിളിച്ച എൻ്റെ ദൈവം വിശ്വസ്തനെന്ന്, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനെന്ന്. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റും. നോക്കൂ, സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം വായിച്ചു വരുമ്പോൾ പല നിലകളിൽ ഭക്തന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, രോഗമെന്ന സ്ഥിതിയെ മാറ്റി അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. രോഗമെന്ന സ്ഥിതിയെ മാറ്റി, രോഗാവസ്ഥയെ മാറ്റി, രോഗം അനുഭവിച്ച് അത് മുഖാന്തരം കരയുന്ന, നിരാശപ്പെടുന്ന, വേദനപ്പെട്ടായിരിക്കുന്ന നിന്റെ സ്ഥിതിയെ എൻ്റെ ദൈവം ഈ രാത്രി മാറ്റും. അതെ, നീ രോഗിയായി ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ രോഗവുമായി നീ ജീവിക്കുന്ന അവസാനത്തെ മിനിറ്റുകളിൽ നീ ആയിരിക്കുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? അതെ, ഇനി നിന്റെ ശരീരത്തിൽ ആ രോഗത്തിന് തുടരുവാൻ കഴിയത്തില്ല. അതെ, ആ രോഗവുമായി നീ ജീവിക്കുന്ന, ആ രോഗാവസ്ഥയിൽ വിശ്വസിക്കുന്ന നീ തുടരുന്ന അവസാന സമയങ്ങളിൽ ആയിരിക്കുന്നു. രോഗാവസ്ഥ എന്ന സ്ഥിതിയെ, രോഗി എന്ന ദുസ്ഥിതിയെ, എന്നും രോഗമെന്ന ദുസ്ഥിതിയെ ഈ മിനിറ്റുകളിൽ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ആമേൻ. നോക്കൂ, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ദീർഘനാളമായി, ഏകദേശം 12 വർഷമായി രോഗം മുഖാന്തരം ദുസ്ഥിതിയിലായി തീർന്ന ഒരു സഹോദരിയെ കാണുവാനായിട്ട് കഴിയും. ആ സഹോദരി 12 വർഷമായി രോഗിയായി തീർന്നു. രക്തസ്രവം എന്ന അസുഖം ബാധിച്ചിട്ട് അവളുടെ ശരീരം പച്ചപ്പ് നഷ്ടപ്പെട്ടു, പുഷ്ടി നഷ്ടപ്പെട്ടു, ഒരുമാതിരി പ്രേതക്കോലമായി മാറിയിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരിമാർക്ക് വേഗത്തിൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രക്തം വാർന്നു പോയ അവസ്ഥയിൽ ന്യായപ്രമാണം അറിവുള്ളവർക്ക്, അഥവാ വിശുദ്ധ വേദ പുസ്തകത്തിലെ പഴയ നിയമ ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ശപിക്കപ്പെട്ട രോഗാവസ്ഥയിലായി തീർന്ന ഒരു സ്ത്രീ, പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായി തീർന്ന ഒരു സ്ത്രീ, അവളെ തൊട്ടാൽ അവളെ തൊടുന്നവരും അവളും അശുദ്ധയാണെന്ന് പറയും വിധത്തിലുള്ള സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരു സ്ത്രീ 12 വർഷമായി രോഗാവസ്ഥ, ആ ദുസ്ഥിതിയിൽ ജീവിക്കയിൽ ഒരു ദിവസം അവൾ യേശുവിനെ കണ്ടു. ആ ദിവസം അവൾ യേശുവിനെ തൊട്ടു. ആ ദിവസം നിന്റെ ജീവിതത്തിൽ അത് ഇന്നാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ യേശുവിനെ തൊടുന്ന നിന്റെ ദുസ്ഥിതിക്ക് അറുതി വരുന്ന ദിവസം ഇന്നത്രേ. ഈ രാത്രി യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നുണ്ട്. ഓ സൗഖ്യദായകൻ, അതെ, ആ യേശു ഇന്ന് നമ്മുടെ മധ്യേ ഉലാവുന്നു. അവനെ തൊട്ടവനും അവൻ തൊട്ടവനും സൗഖ്യമായെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, അതെ, ഇന്ന് ഈ രാത്രി അവനെ തൊട്ട് നീ സൗഖ്യമാകുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആ രോഗമെന്ന സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റും. ആ രോഗമെന്ന സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റും. തീർന്നില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആമേൻ. ദൈവം മുഖം മറച്ചിരുന്ന സ്ഥിതിയെ മാറ്റി. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവം തൻ്റെ മുഖത്തെ മറച്ചിരുന്ന സ്ഥിതിയെ മാറ്റി. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരായി, പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരായി എന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, നിങ്ങൾ പലപ്പോഴും പരാതി പോലെ, പരിഭവം പോലെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എനിക്ക് മുഖം മറച്ചിരിക്കുന്നു. കാരണം ഒത്തിരിയായി പ്രാർത്ഥിക്കുന്നു, ദൈവം കേൾക്കുന്നില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ദൈവം കേൾക്കുന്നില്ല. ഒരുപാട് കരയുന്നു, ദൈവം കേൾക്കുന്നില്ല. ദൈവം മുഖം മറച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി, ദൈവം മുഖം മറച്ചിരിക്കുന്നു. എന്തേ ദൈവം എനിക്ക് മുഖം മറച്ചത്? എന്തേ ദൈവം എൻ്റെ നിലവിളിക്ക് മുഖം മറച്ചത്? എന്തേ ദൈവം എൻ്റെ കണ്ണുനീരിന് മുഖം മറച്ചതെന്ന് ചില വർഷങ്ങളായി കണ്ണുനീരോടെ, നിരാശയോടെ, വേദനയോടെ ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അവൻ മുഖം തിരിക്കുന്ന സ്ഥിതിക്ക് മാറ്റം വരിക. എൻ്റെ ദൈവം നിന്റെ
നിന്റെ മുഖത്തെ ആദരിക്കും. എൻ്റെ ദൈവം നിന്റെ കണ്ണുനീരിന്ന് കാണും. എൻ്റെ ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നെ കാണും. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ആമേൻ. നിന്റെ പ്രാർത്ഥന ആമേൻ ദൈവസന്നിധിയിൽ എത്തുന്നില്ല എന്നുള്ള നിന്റെ നിലവിളിക്ക്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ള നിന്റെ നിലവിളിക്ക് എൻ്റെ ദൈവം ഇന്ന് ഈ രാത്രി അറുതി വരുത്തും. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം മുഖം തരികയാണ്. ആമേൻ. നിന്റെ അപേക്ഷയ്ക്ക്, നിന്റെ യാചനയ്ക്ക് ലോകം ഒരുപക്ഷെ മുഖം തരാതിരിക്കുമ്പോൾ, ചെവി തരാതിരിക്കുമ്പോൾ, മോശേ മോശേ ഞാൻ എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു എന്ന് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരികയാണ്. താങ്ക് യു ലോർഡ്. നിന്റെ നിലവിളി കണ്ട, നിന്റെ കണ്ണുനീർ കണ്ട, നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട ദൈവം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എൻ്റെ ദൈവം ഈ വൈകിയ വേളയിൽ എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. അടിമക്കളത്തിൽ പെട്ടുപോയ, വാക്തത്വം പോലും മറന്നുപോയ, കരയുവാൻ പോലും ശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ വിഭാഗത്തെ പുറത്തു കൊണ്ടുവരുവാൻ, അതെ ഇനി വയ്യ എന്ന് മടുത്തായിരിക്കുന്ന ഈ ദുസ്ഥിതിക്ക് അറുതി വരുത്തുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തുവാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ എൻ്റെ യേശു ഇറങ്ങി വരികയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് ഹെറോവിൽ മോശയുടെ അടുക്കൽ ഇറങ്ങി വന്ന ആ മുൾച്ചെടിയെ വേഗിക്കാതെ തീയായി ഇറങ്ങി വന്ന ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളിൽ ഇറങ്ങി വരിക. നിന്റെ കരച്ചിലിന് അറുതി വരുവാൻ, അതേ നിന്റെ കരച്ചിലിന് അറുതി വരുവാൻ, നെടുനാളുകളായുള്ള നിന്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ, ചില മാസങ്ങളായുള്ള, ചില വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇറങ്ങി വരിക. ആമേൻ. ഇനി എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുഖം മറയ്ക്കത്തേയില്ല. നോക്കൂ, 33-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പണ്ടത്തെ അഭിവൃദ്ധി അവൻ പിന്നെയും നിനക്ക് തരും. ആമേൻ, സ്തോത്രം. നീ കണ്ട ആ സ്വപ്നം അവൻ നിവർത്തിച്ചു തരും. നീ അനുഭവിക്കുന്ന ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം നിന്നെ പിന്നെയും കരം പിടിച്ചു നടത്തും. അതെ, ആ ഞെരുക്കത്തിൽ തന്നെ നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇന്ന് ഈ രാത്രിയിലും അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, നീ ഇന്ന് കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഈ ഇല്ലായ്മയിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അങ്ങും ഇങ്ങും കൂട്ടിമുട്ടിക്കുവാൻ കഴിയാത്ത ജീവിതവുമായി മുൻപോട്ട് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം നിനക്ക് അഭിവൃദ്ധി വരുത്തുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഞെരുക്കമെന്ന നിന്റെ സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റുക. ഒന്നിനും തികയായ്മയെന്ന നിന്റെ സ്ഥിതിയെ എൻ്റെ ദൈവം ഈ രാത്രി മാറ്റി സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ അനുഭവം യേശുവിൻ നാമത്തിൽ അഭിവൃദ്ധിയുടെ അനുഭവത്തെ, അഭിവൃദ്ധിയുടെ അനുഭവം യേശുവിൻ നാമത്തിൽ കെരീത്തിന്റെ ഞെരുക്കത്തിൽ നിന്ന് സെരാഫാത്തിൽ വിധവയുടെ ഭവനത്തിൽ മാവ് പറ്റാത്ത കലവും എണ്ണ തീരാത്ത സ്തോത്രം ഭരണിയും ഒരുക്കിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ രാത്രിയിൽ ചിലർ അനുഭവിക്കുക. കെരീത്തിന്റെ അനുഭവം മാറുക. സഹോദരി സഹോദര, നിന്റെ കെരീത്തിന്റെ അനുഭവം മാറുക. കാക്കയുടെ വരവ് കാത്തിരിക്കുന്ന അനുഭവം മാറുക. തോട്ടിലെ വെള്ളത്തിൽ മാത്രം പ്രതീക്ഷ വച്ചായിരിക്കുന്ന അനുഭവത്തിന് ഇന്ന് രാത്രി എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കണമേ. സ്തോത്രം. 33-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പിന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നു, അകൃത്യമെന്ന സ്ഥിതിയെ മാറ്റും. അകൃത്യം എന്ന സ്ഥിതിയെ മാറ്റും. ജീവിതത്തിൽ വന്നുപോയ പാപമെന്ന അവസ്ഥയെ മാറ്റും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുഖം ദൈവം ആദരിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മുഖം തിരിച്ചു കളയുന്നത്? കാരണം പാപം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ, ദൈവത്തിന്റെ അവിശ്വസ്തതയോടെ ആയിത്തീരുന്ന അവസ്ഥ. കേൾക്കണമേ, ആ അകൃത്യം എന്ന സ്ഥിതി ദൈവം മാറ്റും. പാപി എന്ന സ്ഥിതിയെ ദൈവം മാറ്റി നീതിമാൻ എന്ന സ്ഥിതി എൻ്റെ ദൈവം തരും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും നൽകും. ആമേൻ. ഈ രാത്രി പാപി എന്ന ചിലരുടെ സ്ഥിതി മാറുക. ആമേൻ. അകൃത്യം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുക. ആമേൻ. മറച്ചു വയ്ക്കപ്പെടേണ്ടത് ദൈവസന്നിധിയിൽ മറച്ചു വയ്ക്കപ്പെടേണ്ടത് ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ആ അകൃത്യത്തെ മറച്ച് ആമേൻ സ്തോത്രം നിന്റെ സ്ഥിതിയെ മാറ്റും.
മാറ്റും. പിന്നെയും 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ നന്മയും തന്ന് ആ തിന്മയെന്ന ദുസ്ഥിതിയെ ദൈവം മാറ്റും. മനുഷ്യനും പിശാചും നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മയെന്ന ദുസ്ഥിതിക്ക് ഇന്ന് ഈ സമയം എൻ്റെ ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. ആമേൻ. യേശുവിൻ നാമത്തിൽ ആ തിന്മയ്ക്ക് എൻ്റെ ദൈവം അറുതി വയ്ക്കും. ആമേൻ. അവൻ തിന്മയ്ക്കായി ചെയ്യുന്നതിനെ, ആമേൻ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ശത്രു, നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങൾക്ക് തിന്മയ്ക്കായി ചെയ്യുന്നതിനെ എൻ്റെ ദൈവം നന്മയാക്കി മാറ്റും. അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് തിന്മയായി മാറിയെന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവോ കേൾക്ക്, അത് ദൈവം നന്മയ്ക്കാക്കി മാറ്റും. അവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് തിന്മയ്ക്ക് കാരണമായെന്ന് ഭയന്നായിരിക്കുന്നുവോ കേൾക്ക്, എൻ്റെ ദൈവം അതിനെ നന്മയാക്കി മാറ്റും. ആമേൻ. ആ ശത്രുവിൻ്റെ ആയുധത്തിന് മുമ്പിൽ, നിന്ദയെന്ന ആയുധത്തിന് മുമ്പിൽ, അപമാനമെന്ന ആയുധത്തിന് മുമ്പിൽ, ഉപദ്രവമെന്ന ആയുധത്തിന് മുമ്പിൽ, ഒറ്റപ്പെടുത്തലെന്ന ആയുധത്തിന് മുമ്പിൽ, ഒഴിവാക്കലെന്ന ആയുധത്തിന് മുമ്പിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഈ തിന്മയെ എൻ്റെ ദൈവം നന്മയാക്കി മാറ്റുവാൻ പോകുക. ആമേൻ. ഈ തിന്മ അനുഭവിക്കുന്ന സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും. നല്ലത് പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് നല്ലതുണ്ടാകുമെന്ന്, ആമേൻ, പ്രതീക്ഷയോടെ നോക്കുന്നവരിൽ നിന്ന് തിന്മ അനുഭവിച്ച് കരയുന്ന സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തി. ആമേൻ. സ്തോത്രം. തിന്മയെ നന്മയാക്കി എൻ്റെ ദൈവം മാറ്റും. അവസാനമായി 38-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പിന്നെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ശൂന്യത എന്ന നിങ്ങളുടെ അവസ്ഥയെ എൻ്റെ ദൈവം മാറ്റും. ആ സ്ഥിതിയെ ദൈവം മാറ്റും. ശൂന്യത എന്ന സ്ഥിതിയെ ദൈവം മാറ്റും. ഈ രാത്രിയിലും എത്ര പേർക്ക് വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എൻ്റെ ശൂന്യതയെ മാറ്റും, എൻ്റെ ദൈവം എൻ്റെ ഇല്ലായ്മയെ മാറ്റും. ഈ രാത്രി ഞാൻ ഒഴിഞ്ഞവനായി വന്നു, ഞാൻ നിറഞ്ഞവളായി മടങ്ങും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒഴിഞ്ഞവളായി വന്നു, ഞാൻ ഒഴിഞ്ഞവളായി വന്നു, ഞാൻ ഒഴിഞ്ഞവളായി വന്നു, ഞാൻ നിറഞ്ഞവളായി മടങ്ങും. ഞാൻ ഇല്ലായ്മയുടെ, ആമേൻ, ഞാൻ ഞെരുക്കത്തിന്റെ കഥ പറഞ്ഞ് കടന്നു വന്നു, ഞാൻ സമൃദ്ധിയെ പ്രവചിച്ചു മടങ്ങും. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗലീല കടലിൽ, ആമേൻ, ഒഴിഞ്ഞ പത്രോസിന്റെ വലയെ നിറച്ച കർത്താവ്, യേശുവിൻ നാമത്തിൽ പടകിനെ മുങ്ങുമാറാക്കിയ കർത്താവ്, ഇന്ന് രാത്രിയിലും നിന്റെ ഒഴിഞ്ഞ ശൂന്യമായ അനുഭവങ്ങളെ നിറയ്ക്കുക. യേശുവിൻ നാമത്തിൽ. ആ നിറവ് തിരിച്ചറിയുന്നവർ വിളിച്ചു പറയേ, യേശുവേ, അങ്ങയുടെ വചനം പോലെ ഇന്ന് എന്നെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ. ആരും മൗനമായിരിക്കരുത്. വിളിച്ചു പറയേ, യേശുവേ, അങ്ങയുടെ വചനം പോലെ പത്രോസിന്റെ വലയെ നിറച്ച്, യേശുവേ, എൻ്റെ വലയെ, എൻ്റെ ശൂന്യതകളെ അങ്ങ് മാറ്റണമേ. ഒരു നിറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പാ, ഞങ്ങൾ ആ വചനം റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പത്രോസിന്റെ വലയെ നിറച്ചതുപോലെ ഞങ്ങളെ അങ്ങ് നിറയ്ക്കുവാൻ, ഓ ഹ്രീധാരാധാന ശഖ ഹൃദയ ശന്ധാരകന ദീപൽ ബൗഡ ശന്തോർഗന വിളിച്ചു പറയ, ആ ഒഴിഞ്ഞ വല നിറയുക. യേശുവിൻ നാമത്തിൽ. നിന്നെ പരാജയപ്പെടുത്തിയ പടക് മുങ്ങുക. യേശുവിൻ നാമത്തിൽ. ആ പടകിനെ മുക്കുമാറാക്കി പത്രോസിന്റെ വലയെ നിറച്ച കർത്താവ്, നിന്റെ ജീവിതത്തിലെ എല്ലാ ശൂന്യതയും, കടക്കാരിയായി നീ തലകുനിക്കുമാറായ ശൂന്യത, ചില സ്തോത്രം ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ തലകുനിക്കേണ്ടി വന്ന ആ ശൂന്യതയ്ക്ക് ഈ രാത്രി എൻ്റെ ദൈവം അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ ശൂന്യതയെ മാറ്റിയ കൃപയ്ക്കായി. യേശുവിൻ നാമത്തിൽ വചനം റിസീവ് ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ ഉറക്കെ വിളിച്ചു പറയുക, ഞങ്ങൾ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ശൂന്യതയെ മാറ്റിയത്, അങ്ങ് ഞങ്ങളുടെ ഒഴിഞ്ഞ അവസ്ഥയെ മാറ്റിയത്, അങ്ങ് ഞങ്ങളുടെ സ്തോത്രം ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തിയത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന നിറവ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവേ. യേശുവിൻ നാമത്തിൽ നിറവിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, സമൃദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ രാത്രി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഒരുമിച്ച്. ആമേൻ. ആ നിറവ് പ്രഖ്യാപിച്ചാട്ടെ, ആ നിറവ് പ്രഖ്യാപിച്ചാട്ടെ. അങ്ങ് സകലത്തെയും നിറയ്ക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയവൻ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങളെ തട്ടി ആ നിറവ് പ്രഖ്യാപിച്ചാട്ടെ. ഉച്ചത്തിൽ വിളിച്ചു പറയ, യേശുവേ, അങ്ങ് ഇന്ന് എന്നെ നിറച്ച കൃപയ്ക്കായി, യേശുവേ, അങ്ങ് എന്റെ ജീവിതത്തിൽ സമൃദ്ധി തന്ന കൃപയ്ക്കായി ഒരുമിച്ച് ഡിക്ലെയർ ചെയ്താട്ടെ. എന്റെ യേശു എന്നെ നിറച്ചു, എന്റെ യേശു എന്നെ നിറച്ചു, എന്റെ യേശു എന്റെ ഇല്ലായ്മയെ മാറ്റി, എന്റെ യേശു എന്റെ ഞെരുക്കത്തെ മാറ്റി, എന്റെ യേശു എനിക്ക് അഭിവൃദ്ധി വരുത്തി. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആരും മൗനമായിരിക്കരുത്. അപ്പാ, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു കർത്താവേ, നിറവ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ശൂന്യതയിൽ ആഴത്തിനുമേൽ
വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ ശൂന്യത മാറിയതുപോലെ, ഇരുട്ട് മാറി വെളിച്ചം വന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആ നിറവ് വന്നത് അപ്പാ ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടച്ചു. ആമേൻ. ശൂന്യമായിരിക്കുന്നു ആ ഇല്ലായ്മ ഒരു നിമിഷം കണ്ടാട്ടെ. എവിടെയാണ് ആ ഇല്ലായ്മ? ശൂന്യമായ പേഴ്സ്, ശൂന്യമായ അക്കൗണ്ട്, ശൂന്യമായ വ്യൂ, ശൂന്യമായ അടുക്കള, സന്തോഷമില്ലാത്ത ബെഡ്റൂം, സമാധാനമില്ലാത്ത, ചിരിയും കളിയുമില്ലാത്ത ഡൈനിങ് റൂം. ഹല്ലേലൂയ. ഒരു നിമിഷം വിശ്വാസത്താൽ കണ്ട് എന്നോ നഷ്ടപ്പെട്ടു പോയ നിന്റെ ഡൈനിങ് റൂമിൽ നിന്നോ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, ചിരിയും കളിയും, ബെഡ്റൂമിലെ സന്തോഷം, സമാധാനം, അടുക്കളയിലെ നിറവ്, മക്കളുടെ കളിചിരികൾ എന്നോ നഷ്ടപ്പെട്ടു പോകും. ശത്രു നിന്നെ ശൂന്യമാക്കി. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, യേശുവേ, എൻ്റെ ഡൈനിങ് റൂമിൽ നീ ആ കളിയും ചിരിയും തിരികെ കൊണ്ടുവന്ന കൃപയ്ക്കായി, ഇനിയും എൻ്റെ ഡൈനിങ് റൂമിൽ കളിചിരികൾ ഉണ്ടാകുന്ന കൃപയ്ക്കായി, ഇനിയും എൻ്റെ ബെഡ്റൂമിൽ ഞാൻ സമാധാനം അനുഭവിക്കുന്ന കൃപയ്ക്കായി, ഇനിയും എൻ്റെ അടുക്കളയിൽ ഞാൻ നിറവ് അനുഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. ഞങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നപ്പാ, യേശുവിൻ നാമത്തിൽ കടം വാങ്ങി ഇനി മുൻപോട്ടില്ല എന്ന്. ആമേൻ. ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാതിലിലേക്ക് നീ പ്രവേശിക്കുവാൻ പോകുക. എങ്ങനെ മുൻപോട്ട് പോകും? ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട്. എല്ലാവരും ഒരു നിമിഷം ദിവസത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചായിരിക്കും പേർ മുൻപോട്ട് കടന്നു ദിവസത്തിൽ ഒരു ഗാനം പാടി നല്ല കർത്താവിന് മഹത്വം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.